ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു. അദ്ദേഹത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സാമാന്യ മര്യാദ, പക്ഷേ ഈ സന്ദർഭത്തിൻ്റെ വിശകലനത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. കേരളം പിടിക്കാൻ പല പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും നടത്തി പരാജയപ്പെട്ട ബി.ജെ.പിയുടെ പുതിയ ഗെയിം പ്ലാൻ ആണ് ഈ നേതൃമാറ്റം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. തീവ്രവർഗീയതയുടെയും കടുത്ത വിദ്വേഷത്തിൻ്റെയും ആയ രാഷ്ട്രീയം കൈയാളുന്നു എന്ന പ്രതിച്ഛായ ബി.ജെ.പിക്കുണ്ട്. ആ രാഷ്ട്രീയ മുഖത്തിനുമേൽ എടുത്തണിയാവുന്ന കാണാൻ ചേലുള്ള മുഖം മൂടി ആയാണ് ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖരെ കാണുന്നത്. എന്നാൽ ബി.ജെ.പിയുടെ ഉത്തരേന്ത്യൻ നേതൃത്വം ഗണിക്കുന്നത് പോലെ കേരളത്തിലെ മധ്യവർഗത്തെയും യുവതീ യുവാക്കളെയും ഒക്കെ ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മാരീച വേഷത്തിന് കഴിയുമോ? കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് കക്ഷി രാഷ്ട്രീയത്തിലെത്തിയ, രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ബിസിനസ് കൂടി കൊണ്ടു നടക്കുന്ന ഈ ബഹുസഹസ്ര കോടീശ്വരനെ രാഷ്ട്രീയ സാക്ഷര കേരളം തിരിച്ചറിയില്ലേ? രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെക്കുന്ന കോർപ്പറേറ്റ് തന്ത്രങ്ങൾ ഉൾച്ചേർന്ന സത്യോത്തരകാല രാഷ്ട്രീയത്തിൻ്റെ മായായുദ്ധം കേരളത്തിൽ യേശുമോ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാവികാല നേതൃത്വ ശൈലിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ദിവസത്തെ ട്വീറ്റും പ്രസംഗവും നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ പ്രേംകുമാർ നിരീക്ഷകനായി പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ നിരീക്ഷകൻ തന്നെ. മൂന്നാമത്തെ നിരീക്ഷകനായി ശ്രീ ഷാബു പ്രസാദ് കൂടി പങ്കെടുക്കുന്നു. ആദ്യത്തെ എൻ്റെ ചോദ്യം ഷാബുവിനോട് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരെ നമുക്കൊക്കെ അറിയാം. രാജ്യസഭ MP ആയിരുന്ന അദ്ദേഹം, കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹം, തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി പുനരവതരിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിന് സ്വയം തന്നെയും പുനരവതരിപ്പിക്കാനുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആദ്യ ദിനം, സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള ആദ്യ ദിനം വിശകലനം ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അദ്ദേഹം സ്വയം എങ്ങനെയാണ് ഇന്ന് അവതരിപ്പിച്ചത്? ഷാബു. അദ്ദേഹം വളരെ കൃത്യമായി ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അതായത് അധ്വാനിച്ച് സമ്പന്നരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. വളരെ വളരെ ക്ലിയർ ആണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ കരിയറിലൂടെ അദ്ദേഹം തെളിയിച്ച കാര്യം തന്നെയാണ്. അദ്ദേഹം പഠിച്ച കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ അദ്ദേഹം പോസ്റ്റിലൂടെ പറഞ്ഞത്. പിന്നെ തന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുകയും ചെയ്തു. പലരുടെയും നെറ്റ് ചുളിയുന്നുണ്ടാകാം, പരിഹാസം തോന്നുന്നുണ്ടാകാം, അതൊക്കെ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. വെറും 2 സീറ്റുമായി പാർലമെന്റിൽ ഇരുന്നപ്പോൾ അന്ന് അന്തരിച്ച ബഹുമാന്യായ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അവിടെ ഇരിക്കും, അന്ന് പക്ഷെ ഞാൻ ഉണ്ടാവില്ല, ഞങ്ങളിൽ പലരും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളിൽ പലരും ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പറഞ്ഞത്. അത് കാലം തെളിയിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാലം തെളിയിക്കട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഏറ്റെടുത്തതെന്തും വിജയിപ്പിച്ച ശീലമുള്ള വിജയിച്ച ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കഴിവ്, അദ്ദേഹത്തിന്റെ ആ ട്രാക്ക് റെക്കോർഡ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വിലപ്പോകുമോ? ഈ ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കോർപ്പറേറ്റ് കുതന്ത്രങ്ങളിൽ പ്രബുദ്ധരായ കേരള ജനത മയങ്ങി വീഴുമോ? അതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇതൊക്കെയാണല്ലോ പൊതുവെ, അതായത് ഇപ്പം കേരളീയുടെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലൈൻ. അത് എന്തായാലും ഇനിയും വരും കാലം തെളിയിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ വരവ്
കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് എന്നുകൂടി ഞാൻ പറയാം. നോക്കൂ, നമ്മുടെ സാധാരണക്കാരെ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതെങ്കിൽ ഒരു സാധാരണക്കാരുണ്ടല്ലോ, മിഡിൽ ക്ലാസ്, ആ ലെവലുള്ള, അതുപോലെ യുവജനങ്ങൾ, ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഞാൻ കൃത്യമായ അനുഭവവും ആ പ്രവർത്തകരുടെ കാര്യമല്ല പറയുന്നത്. ഈ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, അഴിമതിക്കാരാണ്. നമ്മളെ, അതായത് സാധാരണ ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞ് ചൂഷണം ചെയ്ത് നമ്മുടെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് വളർന്ന് ആ രീതിയിൽ കൊണ്ടുപോകുന്നവരാണ്. അവർക്കൊന്നും വേറൊരു പണി അറിയില്ല, അവർക്ക് വേറൊരു പണി ചെയ്യാൻ പറ്റില്ല, നമ്മളെ ചൂഷണം ചെയ്യും. ഇതാണ് രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള കേരളത്തിലെ ഒരു പൊതുവികാരമാണ്. എന്തുകൊണ്ട് പിന്നെ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല. ആ സ്പേസിലേക്കാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന വിജയിച്ച ഒരു പ്രൊഫഷണൽ കടന്നു വരാം ഷാബു, കൂടുതൽ പറയാനായിട്ട് അവസരങ്ങളുണ്ട്, വരാം. നമുക്കൊരു ആമുഖ ഭാഗമാണല്ലോ ഇത്. ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു. പ്രസംഗത്തിലേക്ക് ഞാൻ ആദ്യം പോവുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രഹ്ലാദ് ജോഷി പ്രസംഗിച്ചു അവരുടെ സമ്മേളനത്തിൽ. പ്രഹ്ലാദ് ജോഷി പറഞ്ഞു അദ്ദേഹം കേരളത്തെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് മനസ്സിലുള്ള നേതാവാണ് എന്ന്. സ്വാഭാവികമായും അദ്ദേഹം അങ്ങനെ ഒരു ആമുഖ സംഭാഷണം നടത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള ആദ്യം ആയി കേരളത്തെ അഭിസംബോധന ചെയ്യുന്ന, ലൈവായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പറയേണ്ടിയിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് പറഞ്ഞില്ല. പകരം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ കുറേ കാതലായ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് സഹായം ലഭിച്ചില്ല, ഒരു പൈസ പോലും ലഭിച്ചില്ല. കേരളം സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നു. എയിംസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചിരകാല ആവശ്യം അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിൽക്കുന്നു എന്ന് തുടങ്ങി BJPക്ക് ഇപ്പോൾ വളരെ പ്രിയങ്കരമായി അവരവരുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളറയിൽ എടുത്തു വയ്ക്കുന്നൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ആശമാരുടെ ആവലാതിയുണ്ട്, അങ്കണവാടി പ്രവർത്തകരുടെ ആവലാതിയുണ്ട്. ഇത് രണ്ടിനെയും അദ്ദേഹം പരാമർശിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിൽ വികസന മുരടിപ്പാണ്, യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിടുകയാണ്, സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല, കടമെടുത്ത് കേരളം മുടിയുകയാണ്, സ്വന്തം വരുമാനം ഉണ്ടാക്കുന്നില്ല കേരളം എന്നൊക്കെ ഒരു കണക്കും ഉദ്ധരിക്കാതെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും പുതിയ ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കുകയല്ല, എവിടെ നിന്നോ ഉള്ള കുറിപ്പടികൾ ആവർത്തിക്കുകയാണ്, ദുർബലമായി ആവർത്തിക്കുകയാണ് എന്നൊരു പ്രതീതിയാണ് ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എന്നിൽ ഉണ്ടാക്കിയത്. താങ്കളൊരു നിരീക്ഷകനാണ്, താങ്കൾക്ക് ആ പ്രസംഗം എന്ത് തരത്തിലാണ് വിലയിരുത്തുന്നത്? ആ പ്രസംഗത്തെക്കുറിച്ച് പലതും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പ്രസംഗം താങ്കളിൽ എന്ത് തരത്തിലുള്ള, എങ്ങനെയാണ് താങ്കൾ അതിനെ വിലമതിക്കുന്നത്? ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗവും പെർഫോമൻസും മാത്രം വായിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു തമാശ, എന്താ പറയുക, ലാഫിംഗ് സ്റ്റോക്കാവും എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ശരിയല്ലെന്നാ എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ ഒരു ശരാശരി മലയാളിക്ക് ചിരിയാണ് വരിക. അത് സ്വാഭാവികമാണ്. ഷാബു പ്രസാദ് ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരാളിങ്ങനെ എഴുതിയ പേപ്പറിൽ നോക്കിയിട്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ പേരും അച്ഛന്റെ പേരും ഒക്കെ മലയാളത്തിൽ ഒരു മലയാളി പറയുമ്പോൾ നമുക്ക് ചിരിച്ചു പോകും. അത് ഏത് പാർട്ടിയുടെ ആൾ പറഞ്ഞാലും ചിരിച്ചു പോകും. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകൾ ഈ പറഞ്ഞ് കയറ്റി വെക്കുന്ന പോലെയുള്ള തൊട്ടതെല്ലാം വിജയിപ്പിച്ച ആള് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തും വല്ലാത്ത അസത്യമുണ്ട്. ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് തോന്നുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അവരതായിരുന്നു BPL എന്ന് പറഞ്ഞ ടിവിയും ഫോണും സകലമാന സംഗതികളും. ആ കമ്പനി പൊളിഞ്ഞു പോയതാണ്, വെറുതെ പടച്ചാമ്പുരാൻ പൊളിച്ചതല്ല. അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരാളുണ്ടായിരുന്നു. അതിനുശേഷം BPL മൊബൈലായിരുന്നു ഇന്ത്യയിൽ ആദ്യം, കേരളത്തിലൊക്കെ ആദ്യം, എന്താ പറയുക, GSM സെല്ലുലാർ സർവീസ് തുടങ്ങിയ സാധനം. അതും അങ്ങോട്ടോ പോയിട്ടുണ്ട്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ കുറേ കാശ് ഉണ്ടാക്കുകയാണെന്നുള്ളൊരു ധാരണയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ട് പറയാൻ മാത്രമാണ്. അത് ഗുരുവിന്റെ വചനം എടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നതിൽ അത് തന്നെ കാണിക്കുന്നുണ്ട്. അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവുക എന്നല്ലല്ലോ. സമ്പത്ത് അതിൽ ഒരു ഘടകം മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും വിജയിച്ച ആളൊന്നുമല്ല. തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ആളാണ്. ഈ കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വരാത്തതുകൊണ്ടാവാം ഞാൻ പൊളിറ്റിക്സ് തന്നെ വിടുന്നു എന്ന് ട്വീറ്റ് ചെയ്ത ആളാണ്.
പലതവണ സോഷ്യൽ മീഡിയയിൽ ചെയ്ത ട്വീറ്റുകൾ അങ്ങനെ തന്നെ മുക്കി ഓടിയിട്ടുള്ള ആളാണ്. അതൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് അത് അപകടമാവുന്നത് എന്നുള്ളത് ഷാബു പ്രസാദ് തന്നെ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണെന്നുള്ള ഒരു അപ്പൊളിറ്റിക്കൽ ചിന്തയുണ്ടല്ലോ, ഒരു അരാഷ്ട്രീയ ചിന്ത. ആ ചിന്തയുടെ പുറത്താണ് വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികളും ഒക്കെ സ്വാഭാവികമായിട്ടും വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ പടർന്നു പിടിക്കാം. അത് BJPക്കും RSSനും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ആളുകളെ എന്താ പറയാ അട്രാക്ട് ചെയ്യാനും ല്യൂർ ചെയ്യാനും പറ്റിയ ഒരു ഫിഗറാണ്, ഒരു ഇമേജ് ആണ് ഒരർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ. അതേസമയം തന്നെ അതിഭീകരമായ കമ്മ്യൂണൽ ഹെയ്റ്റ്രിഡിന്റെ, അപരമത വിദ്വേഷത്തിന്റെ, അപര സമുദായ വിദ്വേഷത്തിന്റെ വാക്കുകൾ ഒരു മടിയുമില്ലാതെ പറയാൻ തനിക്ക് ഗംഭീരമായിട്ട് പറ്റുമെന്ന് പല ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ആളുമാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഒരു ഡിസ്കഷനിൽ, ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. ഒരേ സമയം വളരെ റിഫൈൻഡ് ആയ ഓക്സ്ഫോർഡ് ആക്സെന്റിൽ സംസാരിക്കുകയും ഇന്റൽ ചിപ്പിന്റെ കഥകളൊക്കെ പറയുകയും കേരളത്തിന്റെ വലിയ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുകയും ഇന്ത്യയുടെ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുകയും അതേ സമയം കളമശ്ശേരിയിൽ ബോംബ് വെച്ചത് ഹമാസ് ആണെന്ന് കേന്ദ്രമന്ത്രിയായിരിക്കും പറയാനും മടിയില്ലാത്ത ആളാണ്. ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് MT രമേശിന്റെ വായിൽ നിന്ന് ഒരു കാരണവശാലും കേൾക്കാൻ പറ്റുമായിരുന്നില്ല, ശ്രീധരൻ പിള്ളയുടെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നില്ല. എന്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാലും K സുരേന്ദ്രന്റെ വായിൽ നിന്നും ഇത്തരം എക്സ്ട്രീം സാധനങ്ങൾ വരികയായിരുന്നില്ല. നല്ല RSS, മോശം RSS ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും വ്യക്തിപരമായ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. മാത്രമല്ല ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഫ്ലോ ഇല്ല എന്നുള്ളത് കൊണ്ടൊന്നും നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടല്ല. കാരണം രാജീവ് ചന്ദ്രശേഖരന് അറിയാം അദ്ദേഹത്തിന് എന്തറിയില്ല എന്നുള്ളത്. ഇപ്പൊ K സുരേന്ദ്രന്റെ കേസില് ഹി ഡസൻ നോ വാട്ട് ഹി ഡസൻ നോ എന്നാ പറയാം. അയാൾക്ക് എന്താണ് അറിയാത്തതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ കേസിൽ ഹി നോസ് വാട്ട് ഹി ഡസൻ നോ. അയാൾക്ക് എന്തറിയില്ല എന്നറിയാം. അത് അയാൾ എഴുതിക്കൊണ്ടുവന്ന് വായിക്കും. അവിടെയാണ് അയാൾ അതിസമർത്ഥനാവുന്നത്, അത്യാവശ്യം അപകടകാരിയാവുന്നത്. ഒരു വശത്ത് RSSന്റെ സംഘടനാ സിസ്റ്റവും ഇപ്പുറത്ത് വളരെ വളരെ ക്രൂക്കഡ് ആയുള്ള ഒരു സ്ട്രാറ്റജിക് ടീമും ഉണ്ടായിരുന്നാൽ അദ്ദേഹം അത്യാവശ്യം പ്രഹരശേഷിയുള്ള ഒരു സംഗതി ആവുമെന്നും അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ ട്രോൾ ചെയ്തുകൊണ്ടോ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി നവീനമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, കമ്മ്യൂണിക്കേറ്റീവ് മേഖലയിലുള്ള സംഗതികൾ ഇടതുപക്ഷവും UDFും ആലോചിക്കേണ്ടതുണ്ട് എന്ന് തന്നെ, അത്തരം ഒരു ഗൗരവത്തോടെ അതിനെ കാണണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ ട്രോളിയാണ്. അതെ, അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമായി അവതരിപ്പിക്കുകയല്ല, ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന് ഡോക്ടർ പ്രേംകുമാർ നിരീക്ഷിക്കുന്നു. ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ പുനരവതരിപ്പിച്ചു പാർട്ടി എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനും സ്വയം പുനരവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നൊരു ദിവസമാണ് ഇന്ന് എന്നും പറഞ്ഞു. ഇന്നലെ വരെ അദ്ദേഹത്തെ കേട്ടതുപോലെയല്ല കേരളം ഇന്ന് അദ്ദേഹത്തെ കേട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞിരുന്ന ആ കളമശ്ശേരി ട്വീറ്റ്, ആ സംഭവത്തിന് ശേഷമുള്ള ട്വീറ്റും അദ്ദേഹം ANIക്ക് കൊടുത്ത ആ അഭിമുഖത്തിലും അദ്ദേഹം ആവർത്തിച്ച ആ കാര്യമുണ്ടല്ലോ, കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് ആധികാരിക വിവരത്തോടെ സംസാരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. കളമശ്ശേരിയിൽ ഇരട്ട ബോംബ് സ്ഫോടനം ഉണ്ടായി, 8 പേർ മരിച്ചു. കേരളം, മതേതര ഭാരതം തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ആ ദിവസങ്ങളിൽ ആധികാരിക വിവരം എന്ന പോലെ തന്നെ പറയുന്നു അദ്ദേഹം. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം വളരെ നിന്ദ്യമായൊരു പരാമർശം നടത്തുന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്ക്, കേരള മുഖ്യമന്ത്രിക്ക് അതിനെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വന്നു. വിഷമല്ല, കൊടും വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഭൂതകാല പ്രതിച്ഛായ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം ആയിരുന്നു ഇത്. മതേതരത്വത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ തൻ്റെ മതേതര നിലപാടിൻ്റെ വെളിപ്പെടുത്തൽ ഒക്കെ ആകാമായിരുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം കേരള വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ശരാശരി RSSകാരൻ്റെ കുറിപ്പടിക്കൊത്ത് അധപ്പതിച്ചു പോയത് എന്നൊരു നിരീക്ഷണം ആണ് നമുക്ക് ഇപ്പോൾ എത്തി നിൽക്കാവുന്ന. ആ നിരീക്ഷണത്തിലാണ് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ദിന പ്രസംഗം, അതിലൂടെ വെളിപ്പെട്ട ഡോക്ടർ? പറയൂ ലാൽകുമാർ. പറയട്ടെ? നോക്കൂ, ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ എന്ന പൊളിറ്റീഷ്യനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല.
കാര്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അണ്ടർ എസ്റ്റിമേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരു ബൂസ്റ്റായി മാറും നമ്മൾ കണ്ടു. അപ്പോൾ ഒരാളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അതാണ് പ്രേംകുമാർ പറഞ്ഞതിനകത്തത് വ്യക്തമായി വന്നിരുന്നു. ഇവിടെ ഞാൻ 1-2 വിഷയമായിട്ട് തന്നെ പറയാം. ഇവിടെ ഇന്ന് ആദ്യം വന്ന വിഷയം എന്താണ്? ഈ ഗുരുദേവനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം. നോക്കൂ, ഗുരുദേവൻ പറയുന്നത് എന്താണ്? ഗുരുദേവൻ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൻ്റെ ഒരു റിഫോം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്. ആ റിഫോം ഓറിയൻറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലിയാണ്, സോഷ്യലിയാണ്, എക്കണോമിക്കലിയാണ്. അതിന് അത്രയും ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസിനെ ഈ പറയുന്ന ഞാൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയത് കൊണ്ട് എന്ന് പറയുന്നതിന് ഒരു എക്സ്ക്യൂസാക്കി മാറ്റാൻ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഗുരുദേവനുമായിട്ട് ഒരു കാരണവശാലും ഈ ഗുരുദേവൻ്റെ സെൻറ്റൻസുമായിട്ട് ഒരു അനാലജി ഡ്രോ ചെയ്യുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഒന്നത്. പിന്നെ ഗുരുദേവ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമൂഹിക ചിന്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഒരു കാരണവശാലും ഒരു BJP RSSകാരന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് രണ്ടും കൂടെ പോകത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. കാര്യം വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന RSSൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് RSS ഒരിക്കലും വർണ്ണാശ്രമ ധർമ്മത്തെ തള്ളി പറഞ്ഞിട്ടുള്ളൊരു സംഘടനയല്ല. ആ RSSൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഗുരുദേവനെ തൊടാൻ കഴിയുക? ഗുരുദേവനെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ഇംബൈബ് ചെയ്യാൻ കഴിയുക? പോസിബിളേ അല്ല. അതിനകത്ത് 2 സാധ്യതകളാണുള്ളത്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഗുരുദേവൻ എന്ന് പറയുന്ന ഗുരുദേവൻ്റെ ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരുടെ വോട്ട് ബാങ്ക്, കാര്യം അവരെ ഹിറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രസ് പോസിബിൾ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാർഡാണ് ഇറക്കിയിരിക്കുന്നത്. അതല്ലാതെ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു. കാര്യം ഗുരുദേവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ ഗുരുദേവനെ തന്നെ ഈ പറഞ്ഞ ഹിന്ദു സനാതനവുമായിട്ട് കണക്ട് ചെയ്യാനും അതിനനുസരിച്ച് ഒരു ഇതിലേക്ക് പോകാൻ വരെ ശ്രമിച്ചിരുന്നു. അതൊരു ആസ്പെക്റ്റ്. അപ്പം എനിക്കൊന്ന് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള വളരെ വിശാലാർത്ഥത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഒരാൾ കോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതായിട്ട് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതിന് അങ്ങനെ ഒരു വിലയിരുത്തൽ മാത്രമേ എനിക്ക് ഉള്ളൂ. പിന്നെ അടുത്ത് ഷാബു പ്രസാദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം നോക്കൂ, കേരളത്തിലെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ യൂത്തിന് അല്ലെങ്കിൽ ന്യൂ ജനറേഷന് പൊളിറ്റീഷ്യൻസ് എല്ലാം കള്ളന്മാരാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നറേറ്റീവ് പറയുന്നത് ശരിയാണെന്ന്. ഷാബു പ്രസാദിനെ പോലെ രാഷ്ട്രീയം തിട്ടമുള്ള ഒരാൾ അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു കൈൻഡ് ഓഫ് ദ കഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു ഇൻഫോർമലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന നരേന്ദ്രമോദിയും കള്ളനാണെന്നാണോ അവർ കരുതുന്നത്? രാഷ്ട്രീയക്കാരെക്കുറിച്ച് പൊതുവെ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർക്ക്, ഈ സാധാരണ കൺവെൻഷണൽ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഈ പുതിയ ജനറേഷനുള്ള ഇതാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ് നരേന്ദ്രമോദി അല്ലെ അമിത്ഷാ, അവരൊക്കെ കള്ളന്മാരാണെന്നാണല്ലോ ഇവർ ആൾക്കാർ കരുതുന്നത് നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ആ കുറച്ച് പേര് ചിന്തിക്കുന്നവർ എപ്പോഴും എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അത് 1800 എടുത്താലും ഇപ്പോൾ 2800 വരുന്നൊരു കാലത്തെടുത്താലും ഇതൊക്കെ കള്ളന്മാരാന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. അതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ള ഒരു നറേറ്റീവ് അത് ബേസിക്കലി ഒരിടത്തും എത്തിക്കാത്ത ഒരു നറേറ്റീവാണ്. ഒരു പൊളിറ്റിക്കൽ ക്ലാസ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നല്ലാതെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പൊളിറ്റിക്സ് പറയുന്ന നമുക്ക് പോലും ഒരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, 140 മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന BJP 140 മണ്ഡലം IT പ്രൊഫഷണൽസിനെ നിർത്തത്തൊന്നുമില്ല. പറ്റുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന BJPക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, BJPക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആളല്ല, പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുക, രാഷ്ട്രീയം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, 140 മണ്ഡലത്തിലും നിങ്ങളുടെ ഓരോ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കള്ളനാണ് എന്നുള്ള പൊതുധാരണ ഉണ്ട്. അതുകൊണ്ടാണ് ഇയാളെ വരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് എന്താണ്? ആ പൊതുപ്രവർത്തകരാണല്ലോ BJP എന്നുള്ളതിനൊക്കെ ഉപരി ഒരു പൊതുപ്രവർത്തകനല്ലേ അവർ. അവർക്ക് എത്ര ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയും, ഇടപെടാൻ പറ്റും? അപ്പോൾ ഒരു BJPക്കാരനോ അല്ലെങ്കിൽ സേവാഭാരതിയോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ അല്ലേ, അവരൊക്കെ ഒരു പ്രവർത്തനം നടത്തുമ്പം പൊതുധാരണ, ഇങ്ങനെയുള്ള ഒരു ജനറേഷനുള്ള ഒരു ധാരണ ഇവരൊക്കെ കള്ളന്മാരാണ്. പിന്നെ അവൻ ആ പ്രവൃത്തി ചെയ്തിട്ട് ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊരു DYFIക്കാരനെ കുറിച്ചാണെങ്കിലും മറ്റേ ആരെക്കുറിച്ചാണെങ്കിലും നോക്കൂ, നിങ്ങളുമായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസം വളരെ പ്രകടമാണ്. അത് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. BJPയോട് എനിക്ക് അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പാണ്.
അതുകൊണ്ട് അവർ സമൂഹത്തിൽ ഒരു കാരണവശാലും ഇടപെടുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇടപെട്ട് നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതിനെയൊക്കെ നെഗേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇംപ്രഷൻ കൊണ്ടുവരണോ അങ്ങനെ നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കണോ? അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇദ്ദേഹം എന്ന് പറയുന്നതിനോട് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു പോസിറ്റീവ് ഇമേജായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാബു പ്രസാദിനെ പോലെ ഒരാൾ തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അങ്ങനെ ഒരു നറേറ്റീവ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം ഇദ്ദേഹത്തിൻ്റെ മഹിമ നിങ്ങൾ പറയൂ. അതിന് കാരണം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഒരു വലിയ സേ കിട്ടും എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. പിന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് അദ്ദേഹത്തെ ചിലപ്പോൾ ഇംപ്രൂവ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഒറ്റ വരിയുടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇംപ്രൂവ് ചെയ്ത് വരാൻ സാധ്യത. അദ്ദേഹത്തിന്റെ ഭാഷ അവിടെ നിൽക്കട്ടെ, അത് സോഷ്യൽ മീഡിയക്ക് വിട്ടുകൊടുക്കാം നമുക്ക്. ഞാൻ അത് തന്നെ പറയാൻ വന്നേ. ഞാൻ അത് തന്നെ പറയാം. ചർച്ചയിൽ അത്തരം കാര്യങ്ങൾക്ക് ഇടമില്ല. ഞാൻ അത് തന്നെ പറയാൻ വന്നേ. നോക്കൂ, നമ്മൾ അതൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പ്രേംകുമാർ പറഞ്ഞ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ്. നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഭാഷ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡ് ചെന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ കൈമലത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു ഒരാളുടെ കോമ്പീറ്റൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ശശി തരൂർ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം അത്രയും വലിയ ഭാഷാ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതല്ല, അതിനെക്കാട്ടിലൊക്കെ ഉപരി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, അദ്ദേഹം നിലകൊള്ളുന്ന ഒരു കാര്യം, അത് എത്രമാത്രം BJP-ക്കാരെ കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റും, എങ്ങനെയാണ് മുന്നോട്ട് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ ഒരു IT ടെംപ്ലേറ്റും കൊണ്ട് വന്നാൽ യഥാർത്ഥത്തിൽ ആ ടെംപ്ലേറ്റിൽ വീഴേണ്ടത് CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ കേരളത്തിലെ സമൂഹമല്ല. ആദ്യം അതിനകത്ത് വീഴേണ്ടത് BJP-യുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സിസ്റ്റമാണ്, അല്ലേ? അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഒറ്റയടിക്ക് ഇത് മൊത്തം മാറ്റി എന്നാൽ പുതിയൊരു സാധനം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ സിസ്റ്റത്തിന് പറ്റുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ മാറുമോ? റിഫോംസ് നടത്താൻ പറ്റുമായിരിക്കും, അത് ഞാൻ എതിർക്കുന്നില്ല. കാരണം ഓൾട്ടറേഷൻസ് ഒക്കെ കുറച്ച് വരുത്താൻ പറ്റുമായിരിക്കും. അതല്ലാതെ ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിലുള്ള ഒരു സാധനം BJP-യിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ വേണ്ടേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് പ്രിലിമിനറി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ അത് തുടക്കത്തിലായിരുന്നതുകൊണ്ട് ഇടപെട്ട് ചോദിക്കുന്ന ഒരു തടസ്സപ്പെടുത്തലായി മനസ്സിലാക്കപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടാണ്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. അത് ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ, നമ്മളെല്ലാവരും ആദരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെടുത്ത് ഗുരുവിൻ്റെ ചിത്രവും കൂടി വെച്ചുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തത്. അത് നമുക്ക് മനസ്സിലായി, അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒരു ആശംസാ പ്രകടനമാണ്, ഒരു ദിനാരംഭത്തിൻ്റെ ഒരു മനഃശാസ്ത്രത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക. പക്ഷെ താങ്കൾ അതിന് കൊടുത്തൊരു വ്യാഖ്യാനം, അദ്ദേഹം ചെയ്തത് ഗുരു പറഞ്ഞത് തന്നെയാണ്. താൻ പ്രയത്നിച്ചു, സമ്പന്നനായി എന്നതിന് ഗുരുവചനം ന്യായമായി അദ്ദേഹം വെച്ചതാണ് എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ അത് പൊരുത്തപ്പെടായിക. അങ്ങനെ തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്? അദ്ദേഹം അതിലൂടെ കൊടുത്ത സന്ദേശം, ഗുരുവചനം പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യനായി എന്നെ സ്വീകരിക്കൂ കേരളമേ എന്നായിരുന്നുവോ? ഷാബു പ്രസാദ്. ഇല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ, താങ്കൾ പറഞ്ഞല്ലേ? പറയുന്ന കേൾക്കൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം ആ വാചകങ്ങളുടെ വാക്യാർത്ഥം നമ്മൾ എടുക്കും. അദ്ദേഹം വിജയിച്ച കരിയറിലും ജീവിതത്തിലും വിജയിച്ച ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം അധ്വാനിച്ച് പണം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം വിദ്യ കൊണ്ട് പ്രബുദ്ധനായ ആളാണ്. അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ളയാളാണ്. ആ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. അത് എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ ക്ലിയറായി. ഞാൻ അതാണ് ചോദിച്ചത്, താങ്കളുടെ കാഴ്ചപ്പാടാണ്. പ്രേംകുമാർ, എനിക്കിതിൽ മറ്റൊരു വിശദീകരണം വേണം. താങ്കളിലേക്ക് വരാം. ഞാൻ ഇതിൽ ഇക്കാര്യം ഇത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോയി, 3 പേരുടെ അഭിപ്രായം പെട്ടെന്ന് എടുത്തിട്ട് തിരിച്ച് വിഷയത്തിലേക്ക് തന്നെ വരാം. പ്രേംകുമാർ, ഞാനിത് കണ്ടപ്പോൾ ഗുരുവിനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ വചനങ്ങൾ അത് മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ തരത്തിൽ അത് തെറ്റായ രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ നിർഭാഗ്യവശാൽ അത് കൈകാര്യം ചെയ്യാൻ ഇടവന്നത്. ഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നാണ്. പലരും പ്രബുദ്ധരാവുക എന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആവർത്തിക്കുമ്പോൾ വരുന്നതായിരിക്കും. പ്രബുദ്ധരാവുന്നത് ഒന്ന്,
സ്വതന്ത്രരാവുന്നത് മറ്റൊന്ന്. അന്നത്തെ ഗുരുവിൻ്റെ കാലത്തെ കേരളത്തിൽ അതിൻ്റെ വിവക്ഷകൾ വളരെ വലുതാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, അത് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത വാക്യഭാഗം ആണ് എന്നെ ഞെട്ടിച്ചത്. പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന് ഗുരു പറഞ്ഞിട്ടില്ല. ഗുരുവിൻ്റെ ആ രണ്ട് വാക്യഭാഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്യം പൂർണ്ണമാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നതാണ് ഗുരുവിൻ്റെ ഒരു സന്ദേശം. മറ്റൊരു സന്ദേശം, ഇത്തരത്തിൽ തോന്നാവുന്നൊരു സന്ദേശം അദ്ദേഹം പിന്നീട് കൊടുത്തിട്ടുണ്ട്. 1912 ചെറായി പ്രസംഗം എന്ന് പറയുന്ന ആ വിഖ്യാതമായ പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത്, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്നാണ് പറഞ്ഞത്. വ്യവസായം നടത്തി ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത് എന്ന് പറഞ്ഞ ഗുരുവാണ്. ആ ഗുരു തൻ്റെ അനുയായികൾക്ക് കേരളത്തിനാകെ തന്നെയും കൊടുത്ത ഉപദേശമാണ് വ്യവസായം കൊണ്ട്, ആധുനിക ജീവിത ശൈലിയുടെ ഭാഗമായി അന്ന് വളർന്നു വരുന്ന വ്യവസായം നടത്തി അഭിവൃദ്ധിപ്പെടുക എന്നാണ് പറയുന്നത്. ഗുരു അത് പറയുമ്പോൾ ആ അഭിവൃദ്ധി കാശുണ്ടാക്കുക, സമ്പന്നരാവുക എന്നത് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ധരിക്കുന്നത് അത് അദ്ദേഹം അഭിസംബോധന ചെയ്ത ജനതയുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും ആധ്യാത്മികം പോലുമായ അഭിവൃദ്ധിയെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വളരെ കടുത്ത ന്യൂനീകരണമോ വക്രീകരണമോ അറിയാതെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അറിയാതെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നിട്ടില്ലേ. ഫലത്തിൽ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പറഞ്ഞതുപോലെ സ്വന്തം സമ്പന്നതയ്ക്ക് ഗുരുവിനെ ഒരു മനുഷ്യമറയാക്കി ഉപയോഗിക്കുന്ന രീതിയിലായിപ്പോയില്ലേ. ഇത് ഗുരുദേവ വചനങ്ങളുടെ വലിയ വളച്ചൊടിക്കൽ കാലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദത്തിൽ കേരളത്തിലെ BJP പോകും എന്നൊരു സന്ദേശമായി ഒരാൾ വ്യാഖ്യാനിച്ചാൽ, ഞാനങ്ങനെ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അയാളെ തെറ്റു പറയാൻ പറ്റുമോ? പ്രേംകുമാർ. NPC, നിങ്ങള് സത്യം പറഞ്ഞാല് നിങ്ങൾ ഒരു പരിധി വരെ ഷാബു പ്രസാദും എന്താ നടന്നതെന്ന് മനസ്സിലാവാണ്ടാണ് ഇത്രയും ആകുലപ്പെടുന്നതെന്ന് ഞാൻ പറയും. നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാമീണ പദ്ധതികളെ പറ്റിയും ലോൺ പരിപാടികളെ പറ്റിയൊക്കെയുള്ള പരസ്യങ്ങൾ കേൾക്കാറില്ലേ മലയാളത്തില്? എന്തൊക്കെയോ ആണ് പറയാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഹിന്ദിയിലുള്ള ടെക്സ്റ്റ് ഏതൊക്കെയോ സോഫ്റ്റ്വെയർ വെച്ച് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാ പറയുന്നത്. നമുക്ക് ആ പരസ്യങ്ങളും അവരുടെ ആംഗ്യ ഭാഷയൊക്കെ കാണുമ്പോൾ ചിരി വരും. അതേപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ കേസിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു സാധനം അദ്ദേഹത്തിന് വേണ്ടി മലയാളമാക്കി കൊടുത്തത് മലയാളം എന്താണെന്നോ ഗുരു എന്താണെന്നോ ശ്രീനാരായണൻ എന്താണെന്നോ സനാതന ധർമ്മം എന്താണെന്നോ ഒന്നും ഐഡിയ ഇല്ലാത്ത ഏതോ ഒരു ടെക്നിക്കൽ പ്രൊഫഷണൽ ആയിരിക്കും. അത് സാബു പ്രസാദ് അറിഞ്ഞിട്ടായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്കുള്ള ഒരു സൂചനയാണിത്. കാരണം അദ്ദേഹം ഒരു വശത്ത് RSSന്റെ സംഘടനാ സിസ്റ്റവും അപ്പുറത്ത് അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊപ്പഗാൻഡ, മീഡിയ, ബിസിനസിന്റെ ടൂൾസും ഉപയോഗിച്ചിട്ടാണ് ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള, ഹൈലി കൾച്ചറലി കോൺഷ്യസ് ആയിട്ടുള്ള, ഹൈലി ലിറ്റററിലി ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള കേരളത്തിൽ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ദയനീയമായിരിക്കും. മറിച്ച് ഇൻക്ലൂഡിങ് ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകളുടെ ഉപദേശം എടുത്തിട്ടാണ് അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പറയുന്നതും മലയാളികളോട് സംസാരിക്കുന്നതും എങ്കിൽ അത് വിജയം കാണാനും സാധ്യതയുണ്ട്. ഇത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ അടുത്ത ദിവസങ്ങളിൽ പെർഫോം ചെയ്യും എന്നനുസരിച്ചിരിക്കും. കാരണം ഇത് സുനിൽ ബീളയുടെ മാഷ് ഗുരുവിനെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടോ ഒന്നും അല്ല ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള RSSന്റെയും BJPയുടെയും ഇത്രയും കാലത്തെ സംഘടനാ സംവിധാനങ്ങളും അനുഭവങ്ങളും ഒക്കെ സ്വാംശീകരിച്ചുകൊണ്ട് അതേസമയം പുതിയ ടെക്നോളജിയുടെയും കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയുടെയും ഒക്കെ ബലത്തിൽ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇനി കൂടുതൽ വരാൻ പോകുന്ന സമ്പത്തും കൂടെ കൃത്യമായി സമന്വയിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ BJPയിൽ അത്യാവശ്യം നല്ല ഒരു തേരോട്ടം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് പറ്റിയേക്കാം. പക്ഷെ നിലവിൽ കേരളത്തിലെ BJPയിലെ സംഘടനാ സംവിധാനം അങ്ങനെ ഈ മനുഷ്യന്റെ പിറകെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ RSSന്റെ സംവിധാനം അതിന്റെ പിറകെ നിൽക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടി അല്ല, കേഡർ പാർട്ടി ആയിരുന്നു RSS.
വളരെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. പക്ഷെ കേരളത്തിലെ ബി ജെ പി അങ്ങനെയല്ല. അങ്ങനെയല്ല. കോൺഗ്രസിലുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പും സംഗതികളും ഒക്കെ ഉള്ളതാണ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം. കേരളത്തിലെ പാർട്ടിയെയും കേരളത്തിലെ സംഘപരിവാറിനെയും കൂടെ നിർത്താൻ പറ്റുമോ, അതോ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ ഇന്റലിജൻസും ടൂൾസും ഉപയോഗിച്ചിട്ട് കേരളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ? കേരളത്തിലെ പൊളിറ്റിക്കൽ സമൂഹം ഈ ഉഡായിപ്പ് കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അത് ആരായിരുന്നാലും സമ്മതിക്കില്ല. മറിച്ച് നേരെ വളരെ സത്യസന്ധമായ രീതിയിൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, തുറന്നു പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പ്രേംകുമാർ വരാം. ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇത് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നേരത്തെ വ്യാജ പ്രചാരണങ്ങൾ കേരളത്തിനെതിരായത് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികൾ തിരുത്തി പറയാനുള്ള ഒരു ആർജവം, അത് വിശദീകരിക്കാനുള്ള ഒരു മനസ്കത അത് കാണിച്ചില്ല എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അത് വർത്തമാനകാലത്തെക്കുറിച്ച്, ഒപ്പം തന്നെ ഭൂതകാലത്തെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും എന്നൊരു അപകടം. അങ്ങനെ അപകടകരമായ സന്ദേശങ്ങൾ ഒരേ സമയം തരികയല്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ട്വീറ്റും ഒക്കെ നമുക്ക് മുമ്പിൽ എന്ന ഒരു സംശയമാണ് എനിക്കുള്ളത്. ലാലേ? അല്ല, എനിക്ക് ആ വിഷയത്തിൽ ഒരു സർപ്രൈസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. നോക്കൂ, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായി എനിക്ക് യോജിപ്പാണ്. പക്ഷേ എങ്കിലും ഇതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടൊന്നുമില്ല. ഒരു എക്സാമ്പിൾ, കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന BJPയുടെ ഏത് നേതാവാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത്? ഈ ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ആരാ ഇവിടെ ഉള്ളത്? അപ്പം അവരിൽ നിന്ന് വ്യത്യസ്തനല്ല യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ. നോക്കൂ, നിങ്ങൾ ഏത് പ്രോട്ടോടൈപ്പിലാണ് നിങ്ങൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മറ്റ് BJPക്കാരിൽ നിന്ന് വ്യത്യസ്തനാകാൻ ഒരു കാരണവശാലും പറ്റില്ല. അദ്ദേഹം ഒരു മുതലാളിയാണ് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത്? താങ്കൾ ചോദിച്ച അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഗുരുദേവനാണ്. ഗുരുദേവനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ പ്രശ്നം. നോക്കൂ, കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് ഈ ഗുരുദേവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്രയോ ചർച്ച നടന്നിരിക്കുന്നു. ഇവർ ഗുരുദേവനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനൊരു ശ്രമം നടത്തിയപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലുള്ളവർ വലിയ തോതിൽ ഇടപെടുകയും അത് അങ്ങനല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നോക്കൂ, ഒരു ലാർജർ നറേറ്റീവിൻ്റെ ഭാഗമായി ഒരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സംഘപരിവാർ അതിൻ്റെ സീഡ്സ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യുക. അപ്പം ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈഴവ സമുദായത്തെയും കൂടെ പിടിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ കംപ്ലീറ്റ്നെസ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് വോട്ടായി മാറത്തുള്ളൂ. അപ്പം അത് എല്ലാ സ്ഥലങ്ങളിലും അവർ കളിക്കുന്ന ഒരു നെറേറ്റീവാണ്. ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, ഇന്ത്യയിൽ മൊത്തം ഒരു കോമൺ ആയിട്ട് കളിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ്, ഏറ്റവും വലിയ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ വളരെ കാലിബ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വൈസായിട്ടുള്ള ഒരു ഡിസിഷനാണ് അവരെടുത്തിട്ടുള്ളത്. പക്ഷേ കുഴപ്പം, നമ്മുടെ നാട്ടിലെ ഈ സമൂഹം വളരെ മതനിരപേക്ഷമാണ് എന്നുള്ളതാണ്. ആ മതനിരപേക്ഷ സമൂഹത്തിലേക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയാൽ ഒക്കില്ല, ഒരു കാരണവശാലും ഒക്കില്ല. അത് നമ്മുടെ നാട്ടിലെ പ്രയോറിറ്റീസ് വ്യത്യാസമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് അതിനകത്ത് തോന്നുന്നു താങ്കളുടെ അഭിപ്രായത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തതിന് കാരണം, രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം ഇന്ന് ടെക്നോളജിക്കലി ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യം പറയുമായിരുന്നെങ്കിൽ അത് വ്യത്യസ്തമായനെ. കാര്യം അങ്ങനെ ഒരു BJP നേതാവ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് അത് നോർമൽ അല്ലേ? അതൊരു ന്യൂ നോർമൽ പോലും അല്ലേ, നോർമൽ അദ്ദേഹം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മാത്രമാണ് വരാം. ലാൽകുമാർ, ഞാൻ വീണ്ടും ഷാബു പ്രസാദിലേക്ക് വരികയാണ്. ഷാബു പ്രസാദ്, പുനരവതരിപ്പിക്കേണ്ട ദിവസം എന്ന് നമ്മൾ വീണ്ടും പറഞ്ഞു. അങ്ങനെയുള്ളൊരു ദിവസം അദ്ദേഹം സഫലമായി സാർത്ഥകമായി ഉപയോഗിച്ചു എന്നൊരു തോന്നൽ ഈ ചർച്ച ഇത്രയും പുരോഗമിച്ച് കഴിഞ്ഞിട്ടും താങ്കൾക്കുണ്ടോ? അദ്ദേഹം കേരളത്തിനെതിരായ പരമ്പരാഗത ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നത് യാന്ത്രികമായി അവിദഗ്ധമായി ആവർത്തിക്കുക മാത്രം ചെയ്തു. അദ്ദേഹം ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ അവതാരകനായ പ്രസാദ് ജോഷി പറഞ്ഞു വെച്ചിടത്ത് നിന്ന് അദ്ദേഹം ബ്ലൂ പ്രിൻ്റ് പോയിട്ട് അതിൻ്റെ
അതിൻ്റെ ആമുഖം പോലും അവതരിപ്പിക്കാതെ നിന്നു. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അദ്ദേഹത്തെ പോലെ ഒരു വ്യാപാരി, വ്യവസായി, അങ്ങനെ ടെക്നോക്രാറ്റ്, അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനവും കേരളത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യേണ്ട യുവാക്കൾക്ക് മുമ്പിലോ മറ്റേ വിദ്യാസമ്പന്നർക്ക് മുമ്പിലോ മധ്യവർഗത്തിന് മുമ്പിലോ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആളുകൾ പോയാൽ, നിരീക്ഷകർ പോയാൽ, അങ്ങ് എങ്ങനെ അതിനെ പ്രതിരോധിക്കും? ഇല്ല, എനിക്ക് ഇവിടെ ആരെയും പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ മനസ്സിലാക്കിയത് പറയുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഓരോരുത്തരും ഓരോ ഇൻഫറൻസിലേക്ക്, ഓരോ നിഗമനങ്ങളിലേക്ക് പോകുന്നത് അവരവരുടെ കാഴ്ചപ്പാടുകളും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളും അനുസരിച്ചായിരിക്കും. അങ്ങനെ ഓരോരുത്തരും പോകുമ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഓടി നടന്ന് കൺവിൻസ് ചെയ്യാനൊന്നും അത് നടക്കുന്ന കാര്യമില്ല. ഈ രാജ്യത്ത് എല്ലാവർക്കും, നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ, കൈരളിക്ക് കൈരളിയുടേതായ നയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ കൈരളിയെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റെന്റെ പ്രിയ സുഹൃത്തുക്കളെയോ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കൺവിൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ കൺവിക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കൺവിൻസ് ആവുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ആർക്കൊക്കെ കൺവിൻസ് ആവും എന്നുള്ളതും എൻ്റെ വിഷയമല്ല. ഞാൻ കൺവിൻസ്ഡ് ആണ്, എൻ്റെ കൺവിക്ഷൻ ഞാൻ പറയും, അത്രയും. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ തുടക്കമേ ആയിട്ടുള്ളൂ സുഹൃത്തെ ചന്ദ്രശേഖര, തുടക്കം ഒരു ദിവസമല്ലേ ആയുള്ളൂ. അപ്പം ആ ആദ്യത്തെ ദിവസത്തിൽ തന്നെ കൈരളിയും ചന്ദ്രശേഖരനും ഒക്കെ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്ന് കേൾക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹത്തിൽ പ്രതീക്ഷ ഇടപെടുന്നില്ല, അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന അവസരം ഉയർത്തിയ പ്രതീക്ഷയാണ് അതദ്ദേഹം സഫലമായി അഭിമുഖീകരിച്ചില്ല എന്ന വിമർശനമാണ്. പറഞ്ഞാൽ മതി. ചന്ദ്രശേഖര കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇനി നിളയിൽ കൂടെ വെള്ളം എത്ര ഒഴുകാൻ കിടക്കുന്നു. നമുക്ക് ഇനിയും വരും ദിനങ്ങളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. മറ്റേ രാജീവ് ചന്ദ്രശേഖർ എങ്ങും പോകാനൊന്നും പോകുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ടൈം മുഴുവൻ ഇവിടെ മുമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. ഇനി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അദ്ദേഹം ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞല്ലോ. അദ്ദേഹത്തെ വിട്, അദ്ദേഹത്തിന്റെ സമയം കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഈ ഗുരുദേവനെ RSS ഹൈജാക്ക് ചെയ്തു, RSS തട്ടിക്കൊണ്ടു പോകാൻ. എവിടുന്ന് ആർക്ക് ഗുരുദേവനെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഗുരുദേവൻ അദ്ദേഹം തന്നെ ഇപ്പോൾ എവിടേക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽകുമാർ പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം ഒരു സനാതന ധർമ്മിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ RSS ശ്രമിക്കുന്നു. അതിന് RSS സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല, RSS ശ്രമിക്കേണ്ട കാര്യമില്ല. ഗുരുദേവൻ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, അങ്ങനെ അദ്ദേഹം വലിയ മാനവികമായ സന്ദേശങ്ങളൊക്കെ ലോകത്തിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിൽ ഉടനീളം സ്ഥാപിച്ചത് ക്ഷേത്രങ്ങൾ മാത്രമാണ്. അദ്ദേഹം ക്ഷേത്രങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളൂ. അദ്ദേഹം മറ്റൊരു മത അല്ലെങ്കിൽ ഒരു ഇതിലേക്കും പോയിട്ടില്ല. അത് ഞാൻ തർക്കിക്കൊന്നുമല്ല. അദ്ദേഹത്തോട് തന്നെ അത് അനുയായികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ കയറി അങ്ങ് ദുർവ്യാഖ്യാനിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ് എന്നോട് ആരാധനാലയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു തരണം എന്നാവശ്യപ്പെട്ടത്. ഇതര മതത്തിൽപ്പെട്ടവർ ആരാധിച്ചാൽ ഞാൻ അവർക്കും ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിദേശിയായ ക്രിസ്തീയ മതസ്ഥനായിട്ടുള്ള ഒരാൾ വന്ന് ക്രിസ്തുദേവൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അയാൾ ഇത്ര വയസ്സായെന്ന് പറഞ്ഞു. അതിനും മുമ്പ് ക്രിസ്ത്യാനിയാണ് ഞാൻ എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരുവിനെ നമ്മൾ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച് അങ്ങനെ ഇതായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ അഭിപ്രായമാണ്. താങ്കൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ആ ജാമ്യം പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ അഭിപ്രായമാണ്. തുടരും. എന്തായാലും അദ്ദേഹം ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. ഒരു ഈഴവ ക്രിസ്തുവിനെ അദ്ദേഹം ചെയ്തിട്ടില്ല. അത്രയും മനസ്സിലാക്കുക. നല്ല വാദമാണ്. അപ്പം ഓക്കെ. അപ്പം ഗുരുദേവൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മുഴുവനും സ്വത്താണ്. അദ്ദേഹം ഈ ലോകത്തെ, നമ്മുടെ കേരളത്തിന്റെ അഭിമാനം,
അഭിമാനമല്ല, കേരളത്തിന്റെ ആത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് ഗുരുദേവനിൽ പ്രത്യേകിച്ച് ആർക്കും അവകാശവുമില്ല, ആർക്കും അവകാശപ്പെടാനും അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും അവകാശപ്പെടാനും കഴിയില്ല. അത്രയേ ഉള്ളൂ. അത് തന്നെയുള്ളൂ RSSന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പിന്നെ ഗുരുദേവനെ കഴുത്തിൽ കയറിട്ട് ഈ ഒരു ടാബ്ലോ ഒക്കെ ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് കേരളത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ ഗുരുദേവനെ ആരാണ് അപമാനിക്കുന്നത്, ഗുരുദേവനെ ആരാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ളതിന് സമകാലീന സംഭവങ്ങൾ ഉദാഹരണവുമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ EMS അതുപോലെ EMSന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് ഗുരുദേവനോടുള്ള എന്തായിരുന്നു എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒക്കെ പോട്ടെ, എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടുകളാകാമല്ലോ. ഇനി അതല്ല, ഇനി ഈ അധ്വാനിച്ച് സമ്പന്നനാവുക എന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെന്തോ ഒരു മഹാപരാധം പോലെയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഗുരുജയദേവന്റെ ഒരു ചിത്രമുണ്ട്. അവിടെ അദ്ദേഹം വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞു. അതിന് പകരം ഇദ്ദേഹം അധ്വാനിച്ച് സമ്പന്നനാവുക എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു ചരിത്ര വക്രീകരണമാണ്, എന്തോ ഒരു മഹാപരാധമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നമെന്നുള്ളത്. അതായത് അധ്വാനിച്ച് നീ കാശുണ്ടാക്കടോ എന്ന് പറയുന്നത്, അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് ഒരു കുറ്റകൃത്യമാണോ ചന്ദ്രശേഖര? കേരളത്തില്, ഈ നാട്ടില് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവൻ കുറ്റവാളിയാകുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അവൻ മുതലാളിയാകും, അവൻ മുതലാളിത്തത്തിന്റെ ചാരനാകും, അവൻ തൊഴിലാളി വർഗ വിരുദ്ധനാകും. അങ്ങനെ അവനെ ഇല്ലാതാക്കുന്ന ആ രീതിയിലുള്ള ഒരു മനോഭാവം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ശ്രീ ഷാബു, താങ്കൾക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്ന് തോന്നുന്നു. ഗുരുദേവന്റെ പടം വെച്ചുകൊണ്ട് തൻ്റെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞെങ്കിൽ ആരും അതിൽ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ ഒരു നിരീക്ഷണം അവതരിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഗുരുദേവന്റെ വാക്കുകളായിട്ട് കൊടുത്തിരിക്കുന്നു, കൊട്ടേഷൻ ചിഹ്നത്തിലാണ്, ഉദ്ധരണി ചിഹ്നത്തിലാണ് കൊടുത്തിരിക്കുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. അങ്ങനെ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന് പറഞ്ഞത് സ്വന്തം ഭൂതകാലത്തെ ന്യായീകരിക്കാനാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചത് താങ്കളുമാണ്. ഗുരുദേവന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഗുരുദേവന്റെ വാക്കുകളായി ഉദ്ധരിക്കണം. ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ ആദ്യത്തെ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ വേറെ ഒരു ഉദ്ധരണിയിലാണുള്ളത്. അതാവട്ടെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുകയാണ്, അഭിവൃദ്ധി സമം സമ്പന്നത എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഗുരുദേവ വചനങ്ങൾ തിരുത്താനുള്ള മഹാഗുരു പദവി അദ്ദേഹത്തിനുണ്ട് എന്നൊരാൾക്ക് കരുതാം. അത് സ്വന്തം അഭിപ്രായം മാത്രമായിരിക്കും തുടരുക. ഈ അഭിവൃദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അർത്ഥം എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ സമ്പന്നനാവുക എന്ന് പറഞ്ഞാലും കാശുണ്ടാകുക എന്ന് മാത്രമല്ല അർത്ഥം. എന്താണ് വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വിദ്യാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിദ്യാസമ്പത്താണ്. അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ എന്തും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ എന്തും പറയാം. ഓക്കെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിനെയും ഞാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഗുരുദേവന്റെ വാക്യം ഉദ്ധരിക്കുകയാണെങ്കിൽ ഗുരുദേവൻ പറഞ്ഞത് ഉദ്ധരിച്ച പോരെ? എന്തിന് ഞാൻ സൗഹൃദങ്ങളാൽ സമ്പന്നനാണ് എന്ന് പറഞ്ഞു സൗഹൃദം കൊണ്ട് കാശുണ്ടാക്കുന്നതാണോ അതിന്റെ അർത്ഥം? രാജീവ് ചന്ദ്രശേഖര ഗുരുദേവനല്ലല്ലോ. ഗുരുദേവൻ ഉന്നയിച്ച ഉദ്ധരണി ഉദ്ധരിക്കുന്നെങ്കിൽ ഗുരുദേവൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കണം. ഗുരുദേവന്റെ ഉദ്ധരണിയാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് സ്മഗിൾ ചെയ്താൽ ചോദ്യം ചെയ്യില്ലേ ആളുകള്? അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കുറച്ചുകൂടെ കൺവേ ചെയ്യുന്ന രീതിയിൽ വ്യാഖ്യാനി. മനസ്സിലായി. അതെ, ക്രിമിനൽ കുറ്റമല്ല. അല്ലാതിരിക്കുന്നിടത്തോളം അങ്ങനെ തുടരാം. ഗുരുദേവന് സാധാരണക്കാരന് മനസ്സിലാവില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ മഹാഭാഷ്യങ്ങളിലൂടെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് എത്തിക്കോട്ടെ, ഒരു വിരോധമില്ല. ഗുരുദേവനാണല്ലോ എത്തുന്നത്. നടക്കട്ടെ. പ്രേംകുമാർ, ഗുരുദേവനെ കഴുത്തിൽ കയറിട്ട് കൊണ്ടുപോകാൻ CPM കാണിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യമാണ്. ആയിക്കോട്ടെ. ഒരു ടാബ്ലോ കണ്ടാൽ അത്
ഏത് തരത്തിൽ മനസ്സിലാവുമെന്ന് അരസികേഷു കാവ്യനിവേദനം ശിരസി മാലിക 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 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രേംകുമാർ ഗുരുദേവന്റെ ലളിത വ്യാഖ്യാതാക്കൾ രംഗത്ത് വരുന്നു. ഇത് തന്നെയാണ് അപകടം. താങ്കൾ നേരത്തെ പറഞ്ഞില്ലല്ലോ ഗുരുദേവൻ കഠിന ഭാഷ പറഞ്ഞ ഒരു മനുഷ്യനാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ലളിതമാക്കി അവതരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപിത ദൗത്യം BJP അധികാരത്തിൽ കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമാന്തര ദൗത്യം, അദ്ദേഹത്തിന്റെ ചെറു ദൗത്യം ഇതാണ്: ഗുരുദേവന് സാധാരണ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അപ്പോൾ ഗുരുദേവൻ പ്രയോഗിച്ച ചില വാക്കുകളൊക്കെ മാറി എന്ന് പറയും, വരും. അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ചന്ദ്രശേഖര, ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളാണ്. അത് ശരി, കൈരളി TV ആണ്, എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ നയമുണ്ട്. ചർച്ചയെ അതിൻ്റെതായ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ളത് നിങ്ങളുടെ ജോലിയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മാന്യമായിട്ടും കുറച്ചുകൂടെ സമയം ആ രീതിയിലും നിങ്ങൾക്ക് ഈ ചർച്ച കൊണ്ടുപോകാൻ കഴിയും. ആ രീതിയിൽ കൊണ്ടുപോകണം എന്ന് എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ്. ഷാബു, ഞാൻ ചർച്ചയിൽ ആളുകൾക്ക് സമയം കൊടുക്കാറുള്ള ആളാണ്, അനാവശ്യമായിട്ട് ഇല്ലാത്ത ആളാണ്. അത് താങ്കളുടെ അല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു വാദം, ഞാൻ പറഞ്ഞ ആമുഖമായി ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു വാദത്തെ താങ്കൾ വക്രീകരിച്ച ഘട്ടത്തിലാണ് എനിക്ക് എന്നെ വക്രീകരിച്ചാൽ എനിക്ക് ഇടപെടാതെ പറ്റുമോ? തടസ്സപ്പെട്ടില്ലല്ലോ, താങ്കളെല്ലാം പറഞ്ഞല്ലോ. തടസ്സപ്പെട്ടു. ഓ, അത് ശരി. ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ അങ്ങ് തടസ്സപ്പെടുത്തുകയല്ലേ? അത് ഭാഷയിൽ അത് ഇടപെടലാണെങ്കിൽ എന്റെ ഭാഷ അത് സാധാരണ കണ്ടിരിക്കുന്നവർക്ക് അത് തടസ്സപ്പെടുത്തലാണ്. പോലുള്ള കാര്യമാണ്. എന്നെ ഉദ്ധരിച്ച് സംസാരിച്ചാൽ ശ്രീനാരായണ ഗുരു നേരിട്ട് വന്ന് ഇടപെടാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ വളച്ചൊടിച്ചാൽ, എൻ്റെ ഉദ്ധരണികൾ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇടപെട്ട് സംസാരിച്ചു എന്ന് വരും. ക്ഷമിക്കുക. താങ്കൾ സംസാരിച്ച് തീർന്നോ? താങ്കളുടെ ആ കാര്യം കൺക്ലൂഡ് ചെയ്തോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എന്നാ ഇപ്പൊ പാലത്തിൽ കൂടി താങ്കൾ തന്നെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഇത് കൺക്ലൂഡ് ചെയ്യൂ താങ്കളുടെ വാദം. അല്ല, ഇപ്പൊ എന്റെ അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യ ദിവസമാണിന്ന്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഓരോരുത്തർക്ക് അവരവരുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ച് കാണുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായ പദ്ധതികളുണ്ട്. അത് BJP കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ടീം അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. ആ ടീമിന്റെ ഒരു ടീം ലീഡറായി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ വരും ദിനങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ കഴിയുക തന്നെ ചെയ്യും. ചർച്ച തുടരുകയാണ്. ഷാബു പ്രസാദ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. 10 മിനിറ്റാണ് നമുക്കുള്ളത്. ഒരു 3 മിനിറ്റ് വീതം എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയമുണ്ട്. BJP സർക്കാരാണ് തൻ്റെ ദൗത്യം കേരളത്തിൽ എന്ന് രാജീവ് ചന്ദ്രശേഖർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. അതിലേക്കുള്ള നീക്കം അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ്. അത് എങ്ങനെ മുന്നോട്ട് പോകും, എവിടെ അവസാനിക്കുമെന്നാണ് താങ്കൾ ഇപ്പോൾ കരുതുന്നത്? ഇപ്പോൾ കേരളത്തില് CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. 20% വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJP നേടിയത്. 20% വോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 45 ലക്ഷം ജനങ്ങളുടെ പിന്തുണ. അതായത് പൊതുവെ രാഷ്ട്രീയ എതിരാളികളുടെയും ഒക്കെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ 45 ലക്ഷം ഹിന്ദു വർഗീയ ഫനാറ്റിക് ഫാസിസ്റ്റുകൾ ഉണ്ട് എന്ന് വേണമെന്നുള്ളതിന് പറയാം. എന്തായാലും 20% വോട്ട് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക്, അതായത് 2 മുന്നണികളോട് മത്സരിച്ച് കേരളത്തിലെ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുന്നത് സത്യം BJPക്ക് ഇവിടെ മുൻപോട്ട് പോകാനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അതിശക്തമായ ഈ മുന്നണി സംവിധാനം. 2 മുന്നണികളിലായിട്ട് പോളറൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന ഈ രാഷ്ട്രീയ കാലാവസ്ഥ, ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം ഒരുപക്ഷെ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഉണ്ടാകും.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ മുന്നണികളിലല്ലാതെ ഇങ്ങനെ ഈ ഇൻഡിവിജ്വൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. 7% വോട്ടുള്ള മുസ്ലിം ലീഗിന് 10-20 സീറ്റുള്ളത് എന്തുകൊണ്ടാണ്? അതൊരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. CPIക്ക് ഒരു സീറ്റ് ഇത്രയും ഒരു ഇതുള്ളത് എന്തുകൊണ്ടാണ്? ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട്. അതേസമയം ഇവരെല്ലാവരും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കും എന്ന് ഉറപ്പുള്ള എത്ര പാർട്ടിയുണ്ട്? CPM ഉണ്ട്, കോൺഗ്രസിനും പറ്റും, ഒരു പരിധി വരെ മുസ്ലിം ലീഗിനും പറ്റും, BJPക്കും പറ്റും. അതല്ല, BJPക്ക് ഒരു മുന്നണിയുടെയും ഇത്ര ശക്തമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ തുഴഞ്ഞ് ഇതൊരു വലിയ മതിലാണ്. ഇറ്റ്സ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. അതാണ് BJPയുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന്. ആ വെല്ലുവിളിയെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നേതൃത്വം, വ്യത്യസ്തമായ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തതകൾ ജനങ്ങളെ അവതരിപ്പിച്ച് ജനങ്ങളെ കൺവിൻസ് ചെയ്താലേ മതിയാവുകയുള്ളൂ. ഈ പറയുന്ന ആശ്വാസത്തിന് പറയാം BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്, കേരളത്തിലെ 3ാമത്തെ രാഷ്ട്രീയ ശക്തിയാണ് BJP. അപ്പം അതാണ് BJPയുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള അവസരവും അത് തന്നെയാണ്. അതാണ് ഇനിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലൂടെയും ആ നേതൃപാടവത്തിലൂടെയും അദ്ദേഹം ഓവർകം ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഹേർഡിൽ എന്ന് പറയുന്നത് അതാണ്. ശരി ലാൽകുമാർ, ഞാൻ ഇതേ ചോദ്യം ചോദിക്കുകയാണ്. BJP ഭരണം നേടാതെ മടങ്ങിപ്പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് കേരളം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള BJPയിലൂടെ കാണാൻ പോകുന്നത്? അല്ല, നമ്മൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ BJP പണിയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു ഓവർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കാര്യം ആദ്യത്തെ ദിവസം പുള്ളി ഒരു മാജിക്കൽ ചേഞ്ച് വരുത്തുമെന്നുള്ള ഒരു ഇംപ്രഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതൊക്കെ നമുക്കങ്ങ് ലെറ്റസ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. പക്ഷേ ഷാബു പ്രസാദ് പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു അപകടം ഇരിപ്പുണ്ട്. അതിന് ഒരു വിമർശനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJPക്ക് വോട്ട് ചെയ്തവരെല്ലാം കേരളത്തിലെ വർഗീയവാദികളാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 45 ലക്ഷം വർഗീയവാദികളുണ്ട് എന്ന് ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ ശബരിമല സമരം കഴിഞ്ഞ് സുരേന്ദ്രൻ വോട്ട് ചെയ്തവരെല്ലാം വർഗീയവാദികളാണെന്ന് ഒരിക്കലും വർഗീയവാദികളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ അങ്ങ് അദ്ദേഹം ഒരു തമാശ പറഞ്ഞ തമാശകൾ അനുവദിക്കുക. അതിനകത്തൊരു കുഴപ്പമുണ്ട്. അല്ല, കണ്ടോ, ആലങ്കാരികത ചർച്ച വഴിതെറ്റിക്കൽ ഒരു അജണ്ടയുണ്ട്. അല്ലല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതിനകത്ത് അതാ പറഞ്ഞു, എന്നെ ചൊറിയാൻ പറഞ്ഞതാണെങ്കിലും അതിനൊരു ലോങ് ടേം കോൺസിക്വൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് റെഫർ ചെയ്തത്. നോക്കൂ, ഈ കേൾക്കുന്ന ഒരാളെ ഷാബു പ്രസാദ് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അത് വരാൻ പാടില്ല. നമുക്ക് അങ്ങനെ കാര്യമില്ല. അവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പുറത്തോട്ട് മാറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാം നിങ്ങൾ പറഞ്ഞ തീവ്രമായി മുസ്ലിം വിരുദ്ധത പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ പൂർണ്ണമായും നമുക്ക് ധാരണയില്ല. അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്ര, നിങ്ങൾക്ക് വർദ്ധിച്ച വോട്ട് പുറകോട്ട് വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽപ്പുണ്ട് കേരളത്തിലെ സംസ്ഥാനത്ത്. അത് വലിയൊരു കാര്യവുമാണ്. അത് ഇല്ല എന്ന് അപ്പം അങ്ങനെ അവരെ ക്ലാസിഫൈ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഷാബു പ്രസാദ് തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അതിനൊരു ലോങ് ടേം കോൺസിക്വൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ പിടിച്ചത്. ഓക്കെ, ലാൽകുമാർ വരാം. പ്രേംകുമാർ, അവസാനത്തെ ഇതിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഇനി ചർച്ച ചെയ്യാനത് സമയമില്ല. ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് പറയുന്നത്, മുന്നണികൾക്കെതിരെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എങ്കിലും രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന BJP അതിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്തായിരിക്കും നമ്മൾ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഷാബു പ്രസാദ് പറഞ്ഞതിന്റെ അകത്ത് തന്നെ എനിക്ക് പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ തമാശക്കാണെങ്കിൽ പോലും 45 ലക്ഷം വർഗീയവാദികൾ, ഇത് നമുക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു കാരണവശാൽ BJPയുടെ ഐഡിയോളജിയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്ന ആളുകളെ ഉടനെ പുഷ് ചെയ്ത് വർഗീയവാദികളാക്കിയിട്ട് ഇവർക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പണി നമ്മൾ രണ്ട് മുന്നണികളും കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാബു പ്രസാദ് പറഞ്ഞത് ശരിയാണ്, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇന്ന് നമ്മൾ കണ്ടത് ജതിൻ രാംദാസിന്റെ ആദ്യത്തെ 15 സെക്കൻഡ് മാത്രമാണ്. പിന്നെ കണ്ണടയൊക്കെ ഊരിയിട്ട് മുടി പറിച്ചു കളഞ്ഞിട്ടുള്ള ജതിൻ രാംദാസ് വന്നിട്ടില്ല. അതിന് അടുത്ത ദിവസങ്ങളിൽ വരും. ഇന്ന് വെച്ചാൽ 24 മണിക്കൂർ സമയം കൊണ്ട് അയാൾ പ്രിപ്പയർ ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളാണ് അയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വളരെ ബുദ്ധിപരമായി തന്നെ അദ്ദേഹം കേരളത്തിലെ യുവാക്കളോട് യുവജനങ്ങളോട് സംസാരിക്കും. ഒരേ സമയം ഹൈലി പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള, അതേസമയം വർഗീയ ചിന്തകൾക്കും അതുപോലുള്ള എന്താ പറയുക വളരെ പ്രതിലോമപരമായ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പടരുകയും ചെയ്യുന്ന ഒരു മനസ്സാണ്. വളരെ പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിലെ യങ് ജനറേഷൻ എന്നുള്ളത്. അതിനകത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഭയന്നേ മതിയാവുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ നിന്നുണ്ടാവും. ഷാബു പ്രസാദ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള സന്നാഹങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതിനെ കൈപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തെയെങ്കിലും നമുക്കിങ്ങനെ വർഗീയതയുടെ വേരോട്ടമില്ലാത്ത ഒരു പച്ചത്തുരുത്തായി നിർത്തേണ്ടതുണ്ട്. ഷാബു പ്രസാദിനും ഇത്തരം ഒരു കേരളത്തിൽ തന്നെ ജീവിക്കേണ്ടതുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഉപസംഹാരത്തിലേക്ക് പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള തിരനോട്ടം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്ന് 3 നിരീക്ഷകരുടെ ഒരു അവതാരകൻ്റെയും അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. പക്ഷേ ആരുടെയും അഭിപ്രായങ്ങളല്ല, കാഴ്ചകൾ കാണാനും വിശകലനം ചെയ്യാനും ജനങ്ങൾ തന്നെത്താൻ തയ്യാറാകണം. കണ്ണ് തുറന്നും കാത് തുറന്നും വെച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലപാട് അവതരിപ്പിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്. പ്രേംകുമാറിനും ലാൽകുമാറിനും ഷാബു പ്രസാദിനും നന്ദി, നമസ്കാരം.